ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ബോട്ടാണ്. നമ്മളിന്നൊരു മിനി ഇലക്ട്രിക് ബോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ തെർമോക്കോൾ, മോട്ടർ, അങ്ങനത്തെ കൊച്ചു സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മിനി ഇലക്ട്രിക് ബോട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് തെർമോക്കോളാണ്. ഇവിടെ നമ്മളൊരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് 20 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുള്ളതാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ആ ലൈനിട്ട ഭാഗത്തിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ അറ്റത്ത് നിന്ന് ഏകദേശം ഒരു 7 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ലൈൻ വരച്ചു കൊടുക്കാം. ആ ലൈൻ വരച്ചതിൻ്റെ സെൻറ്ററിൽ പോയിൻ്റിൽ നിന്ന് അറ്റത്തേക്ക് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു ട്രയാങ്കിൾ മോഡൽ രീതിയിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സൈഡിൽ ഒന്ന് വരച്ചു, രണ്ടാമത്തെ സൈഡിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ച ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അതേ ബ്ലേഡ് ഉപയോഗിച്ച് നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലെയും ആ ഒരു ട്രയാങ്കിൾ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഇതേ 20 സെൻറ്റിമീറ്റർ നീളമുള്ള 2 തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ആ ഒരു തെർമോക്കോളിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് അതൊന്ന് അവിടെ ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ പീസും കൂടി നമ്മളവിടെ ഒട്ടിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ട് വെള്ളത്തിലൂടെ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബോട്ടിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് ഷാർപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഒരു പോർഷൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ മോട്ടർ വെക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വേണ്ട മോട്ടർ എന്ന് പറയുന്നത് മിനി മോട്ടറാണ്. ഇതിപ്പോൾ 20 രൂപ ഇതിന് വില വരുന്നുള്ളൂ. പിന്നെ അടുത്തായിട്ട് നമുക്ക് ആവശ്യം നമ്മുടെ ഒഴിഞ്ഞൊരു പെന്നിൻ്റെ ഫില്ലറാണ്. അപ്പോൾ നമ്മൾ ഫില്ലറും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പെപ്സിയുടെ ക്യാനാണ്. നമ്മുടെ പെപ്സിയുടെ ക്യാനിൻ്റെ അടിഭാഗം നമുക്ക് നമ്മുടെ സാൻഡ് പേപ്പറിൽ വെച്ചിട്ടൊന്ന് ഉരസിയെടുക്കണം. അപ്പോൾ ഉരസിയെടുത്താൽ നമുക്ക് അടിയുന്നത് ഇങ്ങനത്തെ ഒരു പീസ് കിട്ടും. അപ്പോൾ നമ്മളെടുത്ത ആ പീസിൽ നമ്മൾ ഒരു സർക്കിൾ വരച്ചു കൊടുക്കാൻ പോവുകയാണ്. ചെറിയൊരു സർക്കിൾ നമ്മുടെ പ്രോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സർക്കിളിലൂടെ നമുക്കതിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കത്രിക ഉപയോഗിച്ച് ആ സർക്കിളിലൂടെ അത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ റൗണ്ടിൽ നമ്മളത് കട്ട് ചെയ്തെടുത്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വരച്ച രീതിയിൽ നമുക്ക് നമ്മുടെ കത്രിക ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. മൊത്തമായിട്ട് കട്ട് ചെയ്യേണ്ട, നമ്മൾ വീഡിയോയിൽ ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പോൾ അടുത്തായിട്ട് വേണ്ടത് ഒരു പേനയാണ്. നമ്മളിപ്പോൾ ഒരു മഷി ചേർന്നൊരു പേനയുടെ ഒരു കൂട് എടുത്തിട്ടുണ്ട്. ആ കൂടിൻ്റെ അറ്റത്തുള്ള ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഹെക്സോ ബ്ലേഡ് ഉപയോഗിച്ച് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പേനയുടെ കൂടെ അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മുടെ ഫില്ലർ എടുത്തിട്ട് അത് സെൻറ്ററിലൂടെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ മുറിച്ച ശേഷം നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ആ ഫില്ലർ കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത പേനയുടെ കൂടും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അറ്റത്ത് നമ്മൾ ഉണ്ടാക്കി നമ്മൾ ആ ഒരു പ്രൊപ്പല്ലർ നമ്മൾ ചെറിയൊരു സ്ക്രൂ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അറ്റത്ത് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മളൊരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഒട്ടിച്ചു കൊടുത്ത നമ്മൾ ആ ഒരു തെർമോക്കോളിൻ്റെ മുകളിൽ തന്നെയായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു മിനി മോട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ അവിടെയാണ്. അങ്ങനെ നമ്മൾ മിനി മോട്ടർ എടുത്തിട്ട് നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുത്തു. ശേഷം അതിൻ്റെ കൂട് കുറച്ച് മേലോട്ടാക്കിയിട്ട്, അതായത് പേനയുടെ ആ ഒരു കൂട് മേലോട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് നല്ല ടൈറ്റായി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മളൊരു വയറിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ മോട്ടറിൻ്റെ ഫസ്റ്റ് ലെഗിൽ ഒന്ന് സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്വിച്ചാണ്. ഇതൊരു ഓൺ ഓഫ് സ്വിച്ചാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് ഇതൊരു റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളെടുത്ത ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 4.8 വോൾട്ടേജാണ്. പിന്നെ 700 mAh ആണ് ഇതിൽ നിന്ന് വരുന്ന കറണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള 9 വോൾട്ടിൻ്റെ ബാറ്ററി യൂസ് ചെയ്താലും മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്നൊരു ബ്ലാക്ക് വയർ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്വിച്ചിന് കൊടുത്തിട്ടുണ്ട്, ഓൺ ഓഫ് സ്വിച്ചിന്. ആ സ്വിച്ചിൽ നിന്ന് നമ്മുടെ കണക്ടറിൻ്റെ ബ്ലാക്ക് വയറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന ആ ഒരു റെഡ് വയർ എടുത്തിട്ട് ഡയറക്റ്റ് നമ്മുടെ കണക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേ നമ്മുടെ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ബാറ്ററിയുടെ അടിയിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ ബോട്ടിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 10 സെക്കൻഡ് വെച്ചാൽ സെറ്റാവുന്നതാണ്. പിന്നെ നമ്മുടെ സ്വിച്ചിൻ്റെ അടിയിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഒട്ടിച്ച ആ ഒരു ബാറ്ററിയുടെ മുകളിലായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ബാറ്ററി ക്ലിപ്പും കൂടി കണക്ട് ചെയ്ത ശേഷം ആ സ്വിച്ച് ഓണാക്കിയാൽ നോക്കി അടിപൊളിയായിട്ടാണ് നമ്മുടെ ലീഫ് കറങ്ങുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമുക്കിത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു തോട്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സ്വിച്ച് ഓണാക്കി നമ്മൾ വിടാൻ പോവാണ്. 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ബോട്ട് നമ്മളെ വെള്ളത്തിലൂടെ പോകുന്നത്. അതിൻ്റെ എഡ്ജൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളെ വെള്ളത്തിലൂടെ അത് ഓടിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്, സിമ്പിളാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സിനാൻ അവള. ഗുഡ് ബൈ.